ഞാനേ വല്ലോരടുത്തും ഞാൻ ആകാശവാണിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആദ്യം വരുന്ന ചോദ്യം എന്താണെന്നറിയോ? ഇപ്പോഴും അതിന് ആകാശവാണിയൊക്കെ കേൾക്കുന്നവരുണ്ടോന്ന്? സത്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ ഞാനവിടെ ചെന്നോട് കൂടിയാണ് എനിക്ക് മനസ്സിലായത് അവിടേക്ക് വരുന്ന ലെറ്റേഴ്സിനും കോൾസിനും ഒന്നും ഒരു കണക്കില്ല എന്നുള്ളത്. ബൈ ദ വേ സബ്ജക്റ്റിൽ നിന്ന് വഴുതി മാറുന്നു. നമുക്കിന്ന് യുവവാണിയുടെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം ആണ് ഉള്ളത്. ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി കോളേജിൽ ഇപ്പോൾ പല കോമ്പറ്റീഷൻസ് നടത്തുക. നമ്മുടെ റേഡിയോയിൽ അവരൊരു ദിവസം ആകാശവാണിയിൽ വിളിച്ചിട്ട് എന്താ പറയുക ചർച്ചയായിട്ടൊക്കെ നടത്തുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴും ഇങ്ങനെ ഒരു മിഥ്യാധാരണയുണ്ട് ആളുകൾക്ക്. ആകാശവാണിയൊന്നും ആരും കേൾക്കില്ല. എന്താ പറയുക, ഭയങ്കര പഴയൊരു സെറ്റപ്പാണെന്ന്. അതൊക്കെ വെറും തോന്നലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്ന് വീഴുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ആളുകളുടെ സ്നേഹവും. ഇപ്പോഴും അവിടുത്തെ അനൗൺസേഴ്സിൻ്റെ പേര് പറഞ്ഞ ആളുകൾ വിളിക്കുന്നതും കത്തെഴുതുന്നതും ജന്മദിനത്തിന് എന്താ പറയുക ഒന്ന് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് കത്തുകളും കോളുകളും വരുന്നതും മെയിൽ വരുന്നതും എല്ലാം. പിന്നെ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ചാനലും കൂടിയാണ്. ഒഫീഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മീഡിയ തന്നെയാണ് ആകാശവാണി. എത്ര പേർക്ക് ഇത് കണക്റ്റ് ആവുമെന്ന് അറിയില്ല. ഞാനൊക്കെ എൻ്റെ അമ്മ കാലത്ത് തന്നെ ആകാശവാണി കേൾക്കുന്നത് കേട്ടാണ് രാവിലെ തന്നെ എണീക്കുക. അപ്പോൾ എത്ര പേരുടെ വീട്ടിൽ കാലത്ത് തന്നെ ആകാശവാണി കേൾക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ.